ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. നല്ല വെയിലാണ്. 4:30 മണി കഴിഞ്ഞു, 4:40 എന്നിട്ട് വെയിൽ നോക്കിയേ, രക്ഷയില്ല. അപ്പോൾ ഈ വെയിൽ കാലം, വേനൽക്കാലം, അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ട് കുറേ ജ്യൂസ് കിട്ടുന്നൊരു കടയുണ്ട്, അവിടേക്കൊന്ന് പോകാം. അവിടെ പോയിട്ട് വ്യത്യസ്തമായ പലതരം ജ്യൂസ് കുടിക്കും. ഓക്കെ, സമ്മർ ഡ്രിങ്ക്സ്. ഇതിപ്പോൾ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ആനയടിയിൽ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. ഹോസ്പിറ്റലിൻ്റെ വളരെ അടുത്താണ്. ചിത്തിര കൂൾ ബാർ. ഏകദേശം എത്താറായി. കടയുടെ ഫ്രണ്ടിലെത്തി. ചിത്തിര ഹെർബൽ ജ്യൂസ് ഷോപ്പാണ് അതിൻ്റെ അകത്ത്. എൻ്റെ ദൈവമേ, 26 years ആയ കടയാണ്. ഞാൻ വരുന്നത് ഇപ്പോൾ ആണ്. പക്ഷെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ എന്താ വരാൻ അന്ന് മുതലേ സർവ്വ ചാനലിലും എല്ലാ പത്രത്തിലും അതെ 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 ഞാനൊഴിച്ച് എല്ലാവരും വന്നു കഴിഞ്ഞു. ഞാനാണ് അവസാനം വന്നത്. അതിൽ പ്രധാന കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും തിരക്കാണെന്നൊരു ഫീലിംഗ് ആണ് എനിക്ക്. ഇവിടെ എപ്പോഴും ഇടി കുറച്ച് റെസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മടിച്ചിരുന്നത്. ഉത്സവത്തിന് പോകണം. അപ്പൊ 6 മണിക്ക് അടച്ചിട്ട് ഓ 6 മണിക്ക് അടച്ചിട്ട് പോകും. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ പരിപാടികളൊക്കെ ഓക്കെ. സുരേഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഷോപ്പാണ്. 26 വർഷം എടുത്ത് ഹെർബൽ ജ്യൂസ് ഷോപ്പ് എന്നാ പറയുന്നത് അല്ലേ? ചിത്തിര എന്നായിരുന്നു പേര്. ചിത്തിര ജ്യൂസ് ഷോപ്പ് ഹെർബലാക്കി. കാര്യം അത്രയും ഓ അത് ശരി. BP, കൊളസ്ട്രോള് ഡോക്ടർമാർ പറയുന്ന പച്ചക്കറിയും പച്ചക്കറികളും ഇഷ്ടംപോലെ കഴിക്കാനാണ്. അതെ അതെ. ഈ പറയുന്ന സാധനങ്ങളൊന്നും ആരും കഴിക്കില്ല. അപ്പൊ ജ്യൂസായിട്ട് കുടിച്ചാൽ പിന്നെ ജ്യൂസായിട്ട് ഒരു ഗ്ലാസ് ആകുമ്പോഴത്തേക്കിന് എങ്ങനെയെങ്കിലും അകത്ത് പോകും. അതായത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി കുറെ ഹെർബൽ ജ്യൂസ് ഐറ്റംസ് ആണ്. ഭയങ്കര ഇതാണ്. അതായത് ഒറിജിനൽ സാധനം മാത്രം. ഒറിജിനൽ. അല്ല, അതിൻ്റെ അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഉണ്ടാക്കിയത് മനസ്സിലായി. അതിൽ ഏറ്റവും കൂടുതൽ പോണേ, ഏറ്റവും കൂടുതൽ 80 പേര് സ്ഥിരമായിട്ടുണ്ട്. 80 പേര് സ്ഥിരം വന്ന് കഴിക്കുന്നവരുണ്ട്. അതായത് 4 മണിക്ക് തുറക്കും. 4 മണിക്ക് തുറക്കുമോ? ഏർലി മോർണിംഗ് 5:30 ആദ്യത്തെ ആള് വരും. അപ്പൊ എനിക്ക് കൊണ്ട് രാവിലെ നടക്കാൻ പോകുന്നവരൊക്കെ ആയിരിക്കും അല്ലേ രാവിലെ വരുന്നത്? അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ. ഓ 4 മണിക്ക് തുറക്കും, 5:30 ആകുമ്പോൾ ആദ്യത്തെ ആള് വരും, ആദ്യത്തെ കസ്റ്റമർ എത്തും. അപ്പൊ ഈ മിക്സ്ഡ് വെജിറ്റബിൾ ജ്യൂസ് ആണോ? 25 ഐറ്റം ചേർത്ത് കയ്പുള്ള സാധനം ചേർത്ത് കയ്പില്ലാതെ കയ്പുള്ള സാധനം ചേർത്ത് കൊടുക്കുക. അതായത് മിക്സ്ഡ് വെജിറ്റബിൾ ജ്യൂസ് 70 രൂപയുടെ ആ ഒരു ഗ്ലാസ്സിന് ഈ സ്ഥിരമായിട്ട് വരുന്ന 80 പേര്. എത്ര പേരുള്ള? 80 പേര് സ്ഥിരമായിട്ട് അവരുടെ ഒരു റുട്ടീനായിട്ട് വന്ന് കഴിക്കുന്നുണ്ട്. അവരുടെ ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട്. പാവയ്ക്ക, കോവയ്ക്ക, അമരയ്ക്ക, വെണ്ടയ്ക്ക, പടവലം, ചുരയ്ക്ക, നെല്ലിക്ക, കറ്റാർവാഴ, കറിവേപ്പില, മല്ലിയില, പുതിന, അഗസ്ത്യയില, പച്ചക്കീര, കാന്താരി, ക്യാപ്സിക്കം, ഇഞ്ചി, തഴുതാമ, മഞ്ഞൾ, മുരിങ്ങയില, ഇന്ദുപ്പ്, മോര്, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇത്രയും സാധനം ചേർത്ത് വരുന്നതാണ് ഈ മിക്സ്ഡ് വെജിറ്റബിൾ ജ്യൂസ്. ഒരു ജ്യൂസ്. പക്ഷെ കയ്പുണ്ടാവില്ല. പാവയ്ക്ക ഉണ്ടെങ്കിൽ പോലും. അതായത് ഇത് രാവിലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കുള്ളൂ. അപ്പൊ ഇപ്പൊ എനിക്ക് എങ്ങനെ കിട്ടും? കുറച്ച് ബാക്കി ഉണ്ടാവും. ഓ അതുകൊണ്ട് ഓക്കെ. എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും കേട്ടോ. ഇത് 80 പേര് സ്ഥിരമായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. 80 പീപ്പിൾ എല്ലാ ദിവസവും വരുന്നത്. അടിപൊളി. കയ്പൊന്നും ഇല്ല കേട്ടോ. അത് പാവയ്ക്കൊക്കെ ചേർന്ന് പുളിശ്ശേരി കുടിച്ച പോലെ ഉണ്ട്. ശരി കേട്ടോ. നല്ലൊരു മോര് കുടിച്ചു. തുടക്കം തന്നെ മിക്സ്ഡ് വെജിറ്റബിൾ ജ്യൂസ്. അത്യാവശ്യം എരിവുണ്ട്. ഇതിൽ ഇഞ്ചിയും കാന്താരിയും എല്ലാം ചേരുന്നുണ്ടല്ലോ. പക്ഷേ ഇത് കുടിച്ചാൽ അത്രയും ഗുണം കിട്ടും. ഇത്രയും കാര്യങ്ങളുണ്ട്. അതിപ്പോൾ മല്ലിയില, പുതിന, അഗസ്ത്യയില ഉണ്ട്, പച്ചക്കീരുണ്ട്, പിന്നെ എന്തൊക്കെയാണ്, ക്യാപ്സിക്കം, മുരിങ്ങയില, തഴുതാമ, ഓ പാവയ്ക്ക, കോവയ്ക്ക, അമരയ്ക്ക. ഇതിലിപ്പോൾ അമരയ്ക്കയും പാവയ്ക്കൊന്നും ഞാൻ കഴിക്കുന്ന ആളല്ല. അപ്പോൾ അതെല്ലാം ചേർന്ന് വരുന്നതാണ്. പക്ഷേ ഇറ്റ്സ് വെരി നൈസ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു ഷാർജ ഷേക്കിൻ്റെ ഓർഡർ വന്ന് അങ്ങോട്ട് പോയിരിക്കുവാണേ. അതാണ് പ്രധാന പ്രശ്നം അല്ലേ? ഓ കോൺസ്റ്റിപ്പേഷൻ പോക്ക് കേസാണ്. നമ്മുടെ 90% ആൾക്കാരുടെ പ്രശ്നമാണ്. ഭക്ഷണക്രമം. രാവിലെ ബാത്റൂമിൽ പോവും, 2 പ്രാവശ്യം പോകുന്നവരെ. അതായത് നല്ല ശോധനം കിട്ടും. പോയിരിക്കും. അനുഭവം അതാണ്. ഈ 80 പേര് സ്ഥിരം കസ്റ്റമേഴ്സ് ആണെന്ന് പറയാൻ മനസ്സിലായി. രാവിലെ കോവിഡിന് മുമ്പ് 300 പേര് വരുമായിരുന്നോ? കോവിഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു എണ്ണം കുറഞ്ഞു ആണല്ലേ? അടച്ചിട്ടുന്നോ? ആ ഓക്കെ. അടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് പോയി. അവരുടെ പാറ്റേൺ പൈനാപ്പിളും പപ്പായ, ബീറ്റ്റൂട്ട് ഉണ്ട്, എല്ലാം നല്ല ഫ്രഷ്. ഇത്രയും വലുത് ഞാൻ കണ്ടിട്ടില്ല. ഷമാമ്, ഡ്രാഗൺ ഫ്രൂട്ട്, മാമ്പഴം, കിവി, ചിക്കു ഉണ്ട്. ഏത് ഫ്രൂട്ടിൻ്റെ വേണമെങ്കിലും ഉണ്ട് ഇവിടെ.
മറ്റേ കിട്ടിങ്ങിപ്പനിയൊക്കെ വന്ന് കൗണ്ട് പറയത്തില്ലേ? അപ്പൊ കിവി 3 ജ്യൂസ് തരാം. നിങ്ങൾ കുടിച്ച കൗണ്ട് കയറിയ 15,000 ആയിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ജ്യൂസ് തരാം. ഓക്കെ. കിവിയും ഡ്രാഗൺ ഫ്രൂട്ടും കറ്റാർവാഴയും പൈനാപ്പിളും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ കുടിച്ച നാളെ ചെക്ക് ചെയ്ത് 25 മുകളിലാണെങ്കിൽ വന്നാൽ മതി. അത് ശരി. അതായത് നമുക്ക് ബ്ലഡ് കൗണ്ട് കുറയുമ്പോ അസുഖം വന്ന് ഡിങ്കി പനിയൊക്കെ വരുമ്പോ ഇദ്ദേഹത്തിന്റെ ഇവിടെ വന്ന് 3 ദിവസം 3 പ്രാവശ്യം കുടിച്ചാൽ മതി അല്ലെ? ഓരോ ജ്യൂസ് അതിൽ ഒരു ദിവസം കൊടുക്കുന്നത് ആണോ? ഓക്കെ. അതായത് കിവിയും ഡ്രാഗൺ ഫ്രൂട്ട്, അലോവേറ ആൻഡ് പൈനാപ്പിൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതൊക്കെ ചെയ്തു. ഓക്കെ. എന്തായാലും അതിങ്ങനെ 3 ദിവസം തരും. അത് കുടിച്ചാൽ ബ്ലഡ് കൗണ്ട് കൂടും, നിർബന്ധമായിട്ട് കൂടിയിരിക്കും. പൈസ തന്നാ മതി. ആണ് അല്ലേ? 200 rupees ആണ് ഒരു ജ്യൂസ്. കുക്കുംബർ, ഒറ്റ ജ്യൂസ്. അത് വയറിന്റെ ഈ പിന്നെ ഇൻഡൈജഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോലെ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫുഡ് പോയ്സണിങ് അതിനെന്താ കൊടുക്കുന്നത്? വെളുത്തുള്ളി, ഇഞ്ചി, നാരങ്ങ, പുതിന. ഓ അത് ശരി ശരി. വെരി ഗുഡ്. 2003 വന്നോണ്ടിരുന്ന ആളാണ്. ഇപ്പൊ നൗ ഹീസ് ഇൻ ഓസ്ട്രേലിയ അല്ലേ? ഇപ്പൊ അവധിക്ക് വന്നാണോ? അപ്പൊ എന്തായാലും ചേട്ടനെ കണ്ടിട്ട് അതെ അതെ എല്ലാം അങ്ങനെയാണ് തരില്ല. അതാണ് കറക്റ്റ് കണ്ട് കഴിക്കാം. ഇവിടെ നോക്കിയാൽ ഇത് കൂടാണ്ട് സ്പെഷ്യൽ ഷേക്സ് ഒക്കെ വേറെ ഉണ്ട്. ടെൻഡർ കോക്കനട്ടിന്റെ ഷേക്സ് പല തരമുണ്ട്. ടെൻഡർ കോക്കനട്ട്, ഡേറ്റ്സ്, ഹണി ഷേക്ക് ഉണ്ട്. അലോവേറയും കൂടി ചേർത്ത് ടെൻഡർ കോക്കനട്ട് ഷേക്ക് ഉണ്ട്. നട്ട്സ്, ടെൻഡർ കോക്കനട്ട്, ഡേറ്റ്സ്, നട്ട്സ്, ഹണി ഷേക്ക്, അലോവേറ, ഫിഗ്, ആൽമണ്ട്, ഒരു വെറൈറ്റീസ്. മാംഗോ ഷേക്ക് വേറെ. അത് എല്ലാത്തിലും വേണമെങ്കിൽ അലോവേറ ചേർന്ന് വരുന്ന ഷേക്സ് ആണ്. കിവിയുടെ കൂടെ അലോവേറ വരും, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൂടെ അലോവേറ തരും. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഫ്രൂട്ട് കോക്ടെയിൽ ഉണ്ട്, ഫ്രൂട്ട് കോക്ടെയിൽ സ്പെഷ്യൽ. വളരെ വ്യത്യസ്തമായൊരു കടയാണിത്. 26 വർഷമായി എന്ന് പറഞ്ഞ് ഇവരുടെ പഴയ കസ്റ്റമേഴ്സ് ഇപ്പോഴും തേടി വരുന്ന സ്ഥലം. ബ്രൊക്കോളിയുടെ സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട്. ബ്രൊക്കോളി, കറ്റാർവാഴ, ഗോതമ്പ് ചെടി, വീറ്റ് ഗ്രാസ്, മുരിങ്ങയില, ഇന്ദുപ്പ്, കടുക്, ജീരകം, മഞ്ഞൾപ്പൊടി അത് ചേർന്ന് വരുന്നൊരു ജ്യൂസ് ഉണ്ട്. പിന്നെ അതിന് വീറ്റ് ഗ്രാസിൻ്റെ മാത്രം ജ്യൂസ് ഉണ്ട്. ഗോതമ്പ് ചെടികളുടെ ജ്യൂസ്. വീറ്റ് ഗ്രാസ് ജ്യൂസിന് വീറ്റ് ഗ്രാസ്, അലോവേര, ടെൻഡർ കോക്കനട്ട്, ഹണി, ജീര, പെപ്പർ, സോൾട്ട്, പുതിന, ജിഞ്ചർ, ഡ്രൈ. ഇത് ഭയങ്കര ഹെൽത്തി വേർഷനാണ് കാണുന്നത്. മോസ്റ്റ്ലി ഭയങ്കര രസമുണ്ട് ഇത്. സത്യം പുള്ളി പറഞ്ഞതാണ്. ഇവിടെ രാജ്യത്തുള്ള എല്ലാ ചാനലുകാരും പത്രമാധ്യമങ്ങളും നാട്ടുകാരും എല്ലാം വന്നു കഴിച്ചു പ്രകീർത്തിച്ച ഒരു കടയാണിത്. പക്ഷെ ഞാൻ വന്നിട്ടില്ലായിരുന്നു ഇതുവരെ. നമ്മുടെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി വന്നിട്ടില്ല, നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടി ശരിക്കും വരണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത്രയും തിരക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മടിച്ച് വരാണ്ട് വരുന്നത്. ഇത് കൂടാതെ നോർമലായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പ്യുവർ ജ്യൂസ് ഉണ്ട് വേണമെങ്കിൽ. പിന്നെ ലൈം ജ്യൂസ് തന്നെ വെറൈറ്റീസ് ഉണ്ട്. മിക്സ്ഡ് ലൈം ജ്യൂസ്, പിന്നെ ഓറഞ്ച് ലൈം, പൈനാപ്പിൾ ലൈം അങ്ങനെ പറയും. ജിഞ്ചർ ലൈം, ഗ്രേപ്പ് ലൈം അങ്ങനെയുണ്ട്. ഓറഞ്ച് പൈനാപ്പിൾ ഉണ്ട്, മിക്സ്ഡ് ലൈം, ഗ്രേപ്പ്, ഓറഞ്ച്. പിന്നെ ഇതുകൂടാതെ മിക്സ്ഡ് ലൈം സോഡയുടെ തന്നെ കുറേ കാറ്റഗറി ഉണ്ട്. പൈനാപ്പിൾ ലൈം സോഡ. ഒരു സ്ഥലത്തും കാണാത്ത കുറേ സാധനങ്ങൾ ഇവിടെ കാണാം. ടെൻഡർ കോക്കനട്ട് മിക്സ് സോഡ വിത്ത് ഹണി. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ജ്യൂസസ് വേറെ. ടൊമാറ്റോ ജ്യൂസ്, ഫ്രൂട്ട് കോക്ടെയിൽ സ്പെഷ്യൽ, പൈനാപ്പിൾ വിത്ത് മാതളം. ഈ പറയാൻ വാക്കുകളില്ല, അത്രയ്ക്കുണ്ട് ഇവിടെ. മാതളം വിത്ത് ഗൂസ്ബെറി, അത് നെല്ലിക്ക ആൻഡ് മാതളം. പിന്നെ മിൽക്ക് ഷേക്സ് ആണെങ്കിലും ഹണി ഷാർജ, ചോക്ലേറ്റ് ഷാർജ, ഷാർജയുടെ വെറൈറ്റീസ്, റോയൽ ഷാർജ, കൂൾ കോഫി ഉണ്ട്, റോസ് മിൽക്ക് ഉണ്ട്, ചിക്കു ഉണ്ട്, എല്ലാം ഉണ്ട്. പപ്പായ മിൽക്ക് ഷേക്ക്. പിന്നെ ടെൻഡർ കോക്കനട്ട് വിത്ത് നട്ട്സ്, ടെൻഡർ കോക്കനട്ട് വെച്ചിട്ട് പലതരം. കിവി, ഡേറ്റ്സ് ആൻഡ് ബദാം ഷേക്ക്. എനിക്ക് കുറേ ഐറ്റം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ബോറടിക്കുന്നുണ്ടാവും. സോ മെനി തിങ്സ്. മൈക്രോ ഗ്രീൻസ്, അതിൻ്റെ ജ്യൂസ് ഇവിടെ ഉണ്ട്. അതായത് മൈക്രോ ഗ്രീൻസിൻ്റെ എന്താണ് ചേട്ടാ ചെയ്യുന്ന പരിപാടി? അതിൻ്റെ അതിലുണ്ട് അല്ലേ? വൈറ്റ്. ഓക്കെ. മൈക്രോ ഗ്രീൻസിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ വെജിറ്റബിൾസും കൂടെ ചേർത്ത് ജ്യൂസാക്കി കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വന്നാൽ മതി. നമ്മൾ വീട്ടിൽ ഇതെല്ലാം കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ടാക്കാൻ പാടാണ്. കാര്യം ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടുവരണം. പിന്നെ അതിൻ്റെ കുറച്ചായിട്ട് ഓരോ ദിവസം എടുത്തത് പാടാണ്. ABC ഇതാകുമ്പോൾ ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇത് ഏർലി മോർണിംഗ് വരാം, രാവിലെ വരെ, എനി ടൈം നമ്മുടെ ഒരു ഡയറ്റ് അനുസരിച്ചിട്ട് വന്നിട്ട് കഴിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും. അതെ, 12 മണിയാകുമ്പോൾ തീരുന്നാണ് പറയുന്നത്. ക്യാരറ്റൊക്കെ എത്ര കിലോ? 40 കിലോ. 40 കിലോ ക്യാരറ്റ് വന്നാൽ 12 മണിയാകുമ്പോൾ തീരും. അത്ര കൂടുതൽ പോകില്ല. ABC ജ്യൂസ് 40 കിലോ ക്യാരറ്റിൻ്റെ ജ്യൂസ് ABC ജ്യൂസ് അടിച്ച് കഴിക്കും 12 മണിയാകുമ്പോൾ. നോക്കൂ, 40 കിലോ ക്യാരറ്റ് വാങ്ങിച്ചതിൻ്റെ ബില്ല് പുള്ളി കാണിക്കുകയാണെങ്കിൽ വിശ്വാസം ഇല്ലെങ്കിൽ നോക്കൂ. 2000 രൂപയ്ക്ക് മേടിച്ചിട്ട്
അത് ഒരു ദിവസം രാവിലെ വന്നാൽ അത് ഉച്ചയാകുമ്പോൾ തീരും. 12 മണി. അത് ABC വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആപ്പിൾ. ഓ ശരി. അദ്ദേഹത്തിന് അവിടെ തിരക്കായി തുടങ്ങിയിട്ട് ഞാൻ ഇച്ചിരി തിരക്ക് കുറഞ്ഞ ഒരു 5 മണിക്ക് മുമ്പ് 4:45 എത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് 5 ആയി. പക്ഷേ ഇപ്പം ഇങ്ങനെ ആൾക്കാരൊന്ന് വാങ്ങിച്ചു തുടങ്ങി. ഇതിൻ്റെ ഒരു വോളിയം നമ്മൾ പറയുന്ന പോലെ അല്ല കേട്ടോ. ഇതൊരു അതിശയോക്തിയല്ല ഇവിടുത്തെ തിരക്ക്. ഞാൻ സത്യമായി ഈ കട ഭയങ്കര ചിത്ര ഈ ജ്യൂസ് ഷോപ്പിന് ഭയങ്കര തിരക്കാണ്. ഞാൻ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്. രാവിലെ 4 മണിക്ക് തുറക്കും, 5:30 തൊട്ട് കസ്റ്റമേഴ്സ് വന്ന് തുടങ്ങും. അപ്പോൾ ഇത് അത്ര നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാനുള്ളൊരു സാവകാശം കിട്ടില്ല, പുള്ളിക്കും പാടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയും നാളായില്ലേ, പിന്നെയെങ്കിലും ഞാൻ വരണ്ടേ. 26 വർഷമായിട്ട് ഇദ്ദേഹം. ഞാൻ ഈ ഒരു മേഖലയിൽ ഇങ്ങനെ നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ തുടങ്ങിയത് ഒരു 10-15-16 വർഷം മുന്നെയാണ്. ആ സമയത്തും വന്നില്ല. ഇപ്പോൾ നമ്മുടെ വ്ളോഗിന് വേണ്ടി വരുന്നു. അപ്പോൾ ഇനി എന്തൊക്കെ ജ്യൂസ് കുടിക്കണമെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ, കുടിക്കാം. ടെൻഡർ കോക്കനട്ട്, ഡേറ്റ്സ്, നട്ട്സ്, ഹണി എല്ലാം കൂടെ ഉള്ള ഷേക്കാണ്. അത് ഓർഡർ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അന്നേരം നമ്മുടെ ഫ്രണ്ട് വെച്ച് തന്നെ ചെയ്യുന്നത്, ലൈവാണ്. ഇനി ഒരു പൈനാപ്പിൾ ലെമൺ വന്നിട്ടുണ്ട് ഓർഡർ. അതെ, പൈനാപ്പിൾ ലൈം. പുള്ളി കോക്ടെയിൽ ഉണ്ടാക്കുകയാണ്, എനിക്ക് വേണ്ടിയാണ്. പൈനാപ്പിൾ ഇട്ടു. ഇതെനിക്കല്ലേ? ആണോ? അത്രയും വൃത്തിയായിട്ടാണ് എഴുതുന്നത്. എത്ര നേരം വെച്ചേക്കും? 8 മണിക്കൂർ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ഇട്ട് ഗ്രേപ്സ് വെള്ളത്തിൽ മുക്കി വെച്ചേക്കും. അത് അത്രയും വൃത്തിയാക്കാൻ വേണ്ടി, ജേം ഫ്രീ ആകാൻ. ഗ്രേപ്സ് ഇട്ടു. ഇതെനിക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട് കോക്ടെയിൽ എടുക്കുവാണ്. പിന്നെ അതിനകത്തേക്ക് 10 മിക്സിയാണ് നിരത്തി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സമയത്തിന് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഭയങ്കര തിരക്കല്ലേ ഇവിടെ. കുറച്ച് നാരങ്ങ നീരൊഴിച്ചു. പിന്നെന്താ ചെയ്യാൻ പോണേ? തക്കാളി ഇടും അല്ലേ? ഫ്രൂട്ട് കോക്ടെയിൽ ഒരു പീസ് തക്കാളി ഇട്ടു, ഒരു പീസ് ബീട്രൂട്ട് ഇട്ടു, തണ്ണിമത്തൻ ഒരെണ്ണം ഇട്ടു, 1-2 ഇട്ടു കേട്ടോ തണ്ണിമത്തൻ. ഓക്കെ, നീളമുള്ള പീസസാണ്. പിന്നെ കുറച്ച് പഞ്ചസാര. അത് പഞ്ചസാര വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കി കൊടുക്കും അല്ലേ? ഇതിപ്പോൾ പൈനാപ്പിൾ ഐസിന് വേണ്ടിയിട്ട് അല്ല, പൈനാപ്പിൾ ലൈമിന് വേണ്ടി. ഇനി നാരങ്ങ നീര് ഒഴിച്ചു, പഞ്ചസാര ഇട്ടു, പൈനാപ്പിൾ പീസസ് ഇട്ടു. ഇതെന്തായിരുന്നു ഇട്ടേ? ഉപ്പ്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടെ ഒരേ സമയം കാണുകയാണേ. ഫ്രൂട്ട് കോക്ടെയിലും ഇതെന്താ? കുരുമുളക് പൊടി ലിറ്റിൽ ഇട്ടു രണ്ടിലും, ഫ്രൂട്ട് കോക്ടെയിലും പൈനാപ്പിൾ ലൈമിലും. ഇനി കുറച്ച് പുതിന ലീവ്സ് ഇടാൻ പോണു. യെസ്, പുതിന ഇല. ഐസ് ഇടാം. ഓക്കെ, എനിക്ക് ഐസ് ഇടാം. അവിടെ വേണ്ട, ഐസ് വേണ്ട. അവിടെ ഐസ് വേണ്ട. പൈനാപ്പിൾ ലൈമിൽ പിന്നെ കുറച്ച് വെള്ളം, വിത്തൗട്ട് ഐസാണേ, അത് വെള്ളം മതി. അതിലേക്ക് കുറച്ച് വെള്ളം. ഫിൽറ്റർ വാട്ടറാണ് ഉപയോഗിക്കുന്നത്, ഫിൽറ്റർ വാട്ടർ. ഏലക്ക, ചുക്കെല്ലാം ഇടുന്നുണ്ട്. കരിക്കിട്ട് അണ്ടിപ്പരിപ്പ് പൊടി, ബദാം. അറ്റ് എ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടോ, ഓരോന്നായിട്ട്. അതായത് ഒരേ സമയം ഇപ്പോൾ 4 മിക്സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫിക്സ് പെട്ടെന്ന്. അത് ഡേറ്റ്സ് ആണോ? കുതിർത്ത് വെച്ച ഡേറ്റ്സ്. ഓക്കെ, അതിപ്പോൾ എത്ര പേർക്കുള്ള ഷേക്കാണ് ഉണ്ടാക്കുന്നത്? 2 ഐസ് പാല്, ക്രഷ് ചെയ്ത പാല്, കുതിർത്ത ഡേറ്റ്സ് ധാരാളം ഇട്ടുന്നുണ്ട്. ഇതിൽ കരിക്കും ചേർത്തല്ലോ അല്ലേ? കരിക്കും ചേർത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ പോയിരിക്കാം. ഓക്കെ, എന്നാൽ കോക്ടെയിലും ആയിക്കൊണ്ടിരിക്കുന്നു. ഫ്രൂട്ട് കോക്ടെയിൽ. ഇപ്പോൾ ഫ്രൂട്ട് കോക്ടെയിൽ കുടിക്കാതെ. ഓ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതിൽ ആദ്യം ഇട്ടത് പൈനാപ്പിൾ ഒരു നീളമുള്ളൊരു പീസ് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്തിരിങ്ങ ഏതാണ്ട് 8 മണിക്കൂർ നാരങ്ങ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ഇട്ട വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നതാണ്. അതൊന്ന് കഴുകിയെടുത്തിട്ടു. പിന്നെ ടൊമാറ്റോയുടെ ഒരു പീസ് ഇട്ടു. തണ്ണിമത്തൻ്റെ 2-3 ലോങ് പീസസ് ഇട്ടു. ഒരു നുള്ള് ഉപ്പ്, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഇട്ടു. കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് ഐസ് ക്യൂബ്സ്. അടിപൊളി ടേസ്റ്റ്. ഇത് ഭയങ്കര കൈപ്പുണ്യത്തിൻ്റെ രഹസ്യം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്ക് കോമ്പിനേഷൻസ് രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഇതിവിടെ ഭയങ്കര ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരേ സമയം 8 മിക്സിയോ 10 മിക്സിയോ ഇങ്ങനെ നടത്തി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ഓർഡർ വരുന്നതിന് പുള്ളി തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഫാസ്റ്റായിട്ട്. പക്ഷേ അതിനോടൊന്ന് അസിസ്റ്റൻസ് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും പുള്ളി കൂടുതലും ചെയ്യുന്നത്. അടിപൊളി. ഓക്കെയാണ്, ഗംഭീരം. എൻ്റെ ഓക്കെയാണ് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് ആവശ്യമില്ല. 26 വർഷമായിട്ട് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്സാണ്. അടിപൊളി ബിസിനസ് എന്നുള്ളതിനപ്പുറത്തേക്ക് പുള്ളി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള, ഇത്രയും ഡയറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ രീതിയിലുള്ള ഷുഗർ, കൊളസ്ട്രോള്,
മുതലായ അസുഖങ്ങൾ കൊണ്ട് പ്രഷറൊക്കെ അനുഭവിക്കുന്നവർക്ക് രാവിലെ എന്ത് കഴിക്കണം, രാവിലെ ഡോക്ടേഴ്സ് പറയുമല്ലോ ഇന്ന കാര്യങ്ങൾ കഴിക്കണ്ട, വീട്ടിലൊന്നും നിശ്ചയണ്ട, ഇവിടെ വന്നാൽ മതി. ഇവിടെ ഏർലി മോർണിംഗ് വന്ന് കഴിക്കുന്ന 80 പേരുണ്ടെന്നാണ് പറഞ്ഞത് ആ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ ജ്യൂസ് കുടിക്കാൻ. അതൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന വീറ്റ് ഗ്രാസിൻ്റെ ജ്യൂസ് കുടിക്കാൻ വരുന്നവരുണ്ട്, ആലോവേറയുടെ കുടിക്കാൻ വരുന്നവരുണ്ട്. പിന്നെ റെഗുലറായിട്ടുള്ള മിൽക്ക് ഷേക്സും പലതരം ജ്യൂസുകളും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. 40 കിലോ ക്യാരറ്റ് രാവിലെ കൊണ്ടുവന്നാൽ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ തീരും എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ. ABC ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതും വേറെ കാര്യങ്ങൾക്കും ക്യാരറ്റ് യൂസ് ചെയ്യാമല്ലോ. ഇതെല്ലാം കൂടെ അവസരം എൻ്റെ വയറിൽ കോക്ടെയിലായി മാറും. മോര് സോഡ വേണ്ട. ഈ വൈകുന്നേരം ആയതുകൊണ്ട് ഒരു ഷേക്ക് കുടിക്കാം. ടെൻഡർ കോക്കനട്ട് ഡേറ്റ്സിൻ്റെ അല്ലേ? ഓക്കെ. ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ ഫേവറേറ്റ് അല്ല, പക്ഷെ ഇവിടെ കഴിക്കുമ്പോൾ അറിയില്ല അല്ലേ, അറിയാതെ കഴിക്കും. ഞാൻ ഇന്ന് പല കോമ്പിനേഷൻ ജ്യൂസ് കുടിച്ചു ഇതിലെ വെജിറ്റബിൾ ജ്യൂസെല്ലാം കുടിച്ചാൽ ഭയങ്കര വയറൊക്കെ നല്ലതായിട്ട്, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞു. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പീസസ് ഇട്ടു, ഒരു വലിയ കഷ്ണം ഇട്ടു. ഓക്കെ. അതെന്താ? കരിക്കിൻ്റെ കുറച്ച് കഷ്ണം. പഞ്ചസാര മതി, അല്ലെങ്കിൽ തേനിട്ട് തരും. ഓക്കെ. പിന്നെ കുറച്ച് എല്ലാത്തിലും ഇച്ചിരി ഉപ്പ് ചേർക്കും അല്ലേ? ഇന്ദുപ്പാണോ ചേർക്കുന്നത്? ചുക്ക്. ഇതിപ്പോൾ ചുക്ക് ചേർക്കും അല്ലേ? ഏലക്ക ചുക്ക് എല്ലാം ചേർക്കും. ഓക്കെ. പൊടിച്ചത് കാഷ്യൂനട്ട് ആൻഡ് ബദാം പൗഡർ. പിന്നെ കുറച്ച് ഡേറ്റ്സ് കുതിർത്തത്, കുരുവെല്ലാം കളഞ്ഞിട്ട് അത് നല്ലൊരു പോർഷൻ ഇടുന്നുണ്ട്. പിന്നെ ഐസ് പാല്, കട്ട പാല്, ഇങ്ങനെ ഇല്ല വെള്ളം ചേർക്കില്ല, ഓൺലി മിൽക്ക് ഡയറക്റ്റ്. ഇല്ല. ഓ എല്ലാം നാച്ചുറൽ. അതെ. ഡ്രാഗൺ ഫ്രൂട്ട് ആൻഡ് കരിക്ക് ഡേറ്റ്സ് ഷേക്ക് റെഡി. പലതരം ജ്യൂസ്. കുറച്ച് ലൂസ് പാലും കൂടെ ഒഴിക്കും. ഇവിടുത്തെ സ്പെഷ്യൽ എന്നിട്ട് അരിച്ചാണ് തരുന്നത് കേട്ടോ. എല്ലാം നേരത്തെ അരിച്ചായിരുന്നു. കോക്ടെയിൽ ജ്യൂസും അരിച്ച് തന്നെ തന്നെ, അപ്പോൾ ഒട്ടും തന്നെ അതിൻ്റെ ഇത് വരില്ല, കുരു അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. ഒരു കാര്യം ഫൈബറിൻ്റെ ഒന്നും കാണില്ല, പക്ഷെ അതിനകത്ത് പക്ഷെ വീറ്റ് ഗ്രാസ് ഒക്കെ ചെയ്യുമ്പോൾ അതും അങ്ങനെ അരിക്കും. എല്ലാം അരിച്ചാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത മനസ്സിലായി. ഇത് കണ്ടോ, ഇങ്ങനത്തെ സ്റ്റീൽ ഗ്ലാസ്സുകളിലാണ് കൊടുക്കുന്നത്. സ്റ്റീലിൻ്റെ ഇങ്ങനെ നിറച്ചാണ് കൊടുക്കുന്നത്. അയ്യോ, ഇവിടെ ഇപ്പൊ ഇലക്ഷന്റെ ചൂടായതുകൊണ്ട് റോഡിൽ കൂടി ഇതൊരു തിരക്ക് പിടിച്ച റോഡാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്ന കൂടാണ് ഇലക്ഷൻ ക്യാമ്പയിന് നടക്കുന്നത്. ഇവിടെ ഏത് ജ്യൂസ് വേണമെങ്കിലും കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ട പൈസ തന്നാൽ മതി എന്ന് പുള്ളി പറയും കേട്ടോ. ഇതിപ്പോ നോക്ക്, അടിപൊളി. ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഫ്രൂട്ടല്ല, പക്ഷേ ഇതിൻ്റെ കൂടെ അറിയുന്നേ ഇല്ല. ഇതിൽ കൂടുതൽ ആ കരിക്കിൻ്റെ ടേസ്റ്റാണ് കയറി നിൽക്കുന്നത്. എന്നാൽ കരിക്കിൻ്റെ പീസസ് ഒരു 3-4 ചെറിയ പീസസ്, കുറച്ച് ഡേറ്റ്സ് ആയിരുന്നു കൂടുതൽ അതിനെക്കാട്ടിലും. പക്ഷേ കരിക്ക് കയറി നിൽക്കണം നല്ലതായിട്ട്, ഭയങ്കര ടേസ്റ്റ്. ഏലക്ക ചുക്ക് എല്ലാം ഇടുന്നത് ഗംഭീരം. അയ്യോ, വരാത്തവരൊക്കെ വരിക എത്രയും പെട്ടെന്ന്. ഗംഭീരം. ഭയങ്കര ഫ്രണ്ട്ലിയാണ് പുള്ളി, വെരി കോപ്പറേറ്റീവ്. പിന്നെ പുള്ളി ഭയങ്കര രസികനാണ്, എല്ലാം പറഞ്ഞു തരും. നമ്മളെ കാണിച്ച് തന്നെയാണ് ചെയ്യുന്നതെല്ലാം, ഓപ്പണായിട്ടല്ലേ ചെയ്യുന്നത്. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, വളരെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ജ്യൂസ് കടകളൊക്കെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ചെന്ന് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, അത് പെർഫെക്റ്റ്. 26 years ഓഫ് സർവീസ്. ഇന്ന് പതിവില്ലാതെ ഇന്ന് നേരത്തെ കട അടയ്ക്കുകയാണ്. 6 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവമാണ്, അതുകൊണ്ട് കട അടച്ച് പോകും. കട ഗേറ്റ് അടച്ചു കഴിഞ്ഞു. ഇനി ആരെങ്കിലും വന്നാൽ 6 മണിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. 5:45 ആയപ്പോൾ ക്ലോസ് ചെയ്തു. ഈ സാധാരണ ഇത് എത്ര മണി വരെ ഉണ്ട്? 7 o'clock. രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം 7 മണി. 5:30 ആദ്യത്തെ ആൾക്കാർ വരും അല്ലേ? ഞായറാഴ്ച ഉണ്ടോ? ഇല്ല, സൺഡേ ഹോളിഡേ. ഓക്കെ. അപ്പോൾ കറക്റ്റ് ഒറ്റയ്ക്ക് ഇത് ചെയ്തല്ലേ? ഈ ജ്യൂസ് തന്നെ കുടിക്കുന്നേ? അത് ശരി, അത് അടിപൊളി. ഒരാള് 2 മണിക്കൂർ സ്ഥിരമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വെരിക്കോസ് വരും. കറക്റ്റ്. ഞാനിവിടെ നിൽക്കുന്ന 16 മണി. ഒരു ദിവസം 16.5 hours ആണ് പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്നത്. എന്നിട്ടും യാതൊരു പ്രശ്നം. 72 വയസ്സായി. 73 വയസ്സായി. ഒന്നുമില്ല.
BP ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, യാതൊന്നുമില്ല. 5 പൈസയുടെ മരുന്ന് കഴിക്കും. മരുന്ന് കഴിക്കണ്ട. കാര്യം ഇവിടുത്തെ ആൾക്കാരുടെ മൊത്തം അനുഗ്രഹമുണ്ട്. അനുഗ്രഹം ഉണ്ടെന്ന് മാത്രമല്ല, പുള്ളി രാവിലെ ആദ്യത്തെ വെജിറ്റബിൾ ജ്യൂസ് കുടിക്കുന്നത് അദ്ദേഹമാണെന്നാ പറയുന്നത്. മാത്രമല്ല എല്ലാ ജ്യൂസും കുടിക്കും. പിന്നെന്ത് വേണം? വീറ്റ് ഗ്രാസ് കഴിക്കും, കറ്റാർവാഴ കഴിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ഒരു ഡയറ്റിലാണ് പോണത് അല്ലേ? വേറെ ഭക്ഷണം ഇത് കഴിഞ്ഞിട്ട് വിശപ്പുണ്ടോ കഴിക്കാൻ? കഞ്ഞി കുടിക്കും, കഞ്ഞി കുടിക്കും, ചോറുണ്ണും. ഓക്കെ, ഇതിനിടയ്ക്കുള്ള കാര്യമാണ് പറയുന്നത്. രാവിലെ തൊട്ട് വെജിറ്റബിൾ ജ്യൂസ് തൊട്ട് വീറ്റ് ഗ്രാസ് കഴിക്കും, മൈക്രോ ഗ്രീൻസ് കഴിക്കും, എല്ലാ ജ്യൂസും പുള്ളിയും കഴിക്കുന്നുണ്ട്. എല്ലാം ഒരു രസവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. 73 വയസ്സ് നല്ലതായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. 26 വർഷം ഇനി കുറേ വർഷം ജ്യൂസ് അടിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ 16.5 hours കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്. കാര്യം ഇങ്ങനത്തെ ഭക്ഷണം ഇതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. മൈക്രോ ഗ്രീൻസിൻ്റെ ആണെങ്കിലും വീറ്റ് ഗ്രാസ് ആണെങ്കിലും മിക്സ്ഡ് വെജിറ്റബിൾ ജ്യൂസ്. അതെ 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 അതെ. ആ റെഡിമെയ്ഡ് പൾപ്പ് വെച്ചാണ് പലയിടത്തും ചെയ്യുന്നത്. പൊടിയാണ്, കറക്റ്റ്. പ്യുവർ ആയിട്ടുള്ള സത്യം. അപ്പൊ ആ ഒരു രീതിയിൽ അങ്ങനെ കൂടെ പറയും. ഓ മനസ്സിലായി. ഇത്ര കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി. പിന്നെ ഇത് കാണുമ്പോൾ അറിയാലോ ഇവിടുത്തെ തിരക്ക് മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം. ഇന്ന് കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതൽ എക്സ്പെരിമെന്റ്സിനില്ല. പക്ഷേ സൊമാറ്റോയിൽ ഇത് അവൈലബിൾ ആണ് അല്ലേ? ആ, രാവിലെ 8 മണി തൊട്ട് സൊമാറ്റോയിൽ അവൈലബിൾ ആണ്. വേണമെങ്കിൽ മിക്സ്ഡ് വെജിറ്റബിൾ ജ്യൂസ് ഓർഡർ ചെയ്യാം, ബ്രൊക്കോളി സ്പെഷ്യൽ ജ്യൂസ്, പിന്നെ കുക്കുംബർ സ്പെഷ്യൽ ജ്യൂസ്, മൈക്രോ ഗ്രീൻ അത് കൊടുക്കാറില്ല. ആ ബാക്കിയെല്ലാം അവൈലബിൾ ആണ്. അതിപ്പോൾ നമുക്ക് സൊമാറ്റോയിൽ കയറിയാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ എല്ലാ ജ്യൂസും കിട്ടും. അപ്പോൾ നമ്മളൊരു സ്ഥിരമായിട്ട് ABC ജ്യൂസ് വേണമെങ്കിലും കിട്ടും. മേടിച്ച് റുട്ടീനായിട്ട് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ വരുത്തി കഴിക്കാനും പറ്റും, ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ. അപ്പോൾ സന്തോഷം ഇങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ. ഇത്രയും കാലം വരാതിരുന്നൊരു നഷ്ടബോധത്തിൽ പോവാണ്. എന്തായാലും ഇപ്പോഴെങ്കിലും വരാൻ പറ്റിയല്ലോ, അതുകൊണ്ട് സന്തോഷം. അതെ, എന്നെ അതെവിടെ പോയി? അകത്തോട്ടാക്കിയോ? എന്നാലും ഒരു സന്തോഷം, കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ? അതെ, ഓക്കെ, പോയിട്ട് വരാം. അതെ 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 കറക്റ്റ്. പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. കാര്യം വരുന്നവർ തന്നെ പറഞ്ഞ് അറിഞ്ഞിട്ടാണല്ലോ ഈ ഒരു ബിസിനസ് ഇത്രയും. നമ്മുടെ ചിത്തിര, ഈ കടയുടെ പേര് ചിത്തിര ജ്യൂസ്, ഹെർബൽ ജ്യൂസ്. എല്ലാവരും പറയുന്നത് അങ്ങനെയാണല്ലേ. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിത്തിരയെ പോകണമെങ്കിൽ അങ്ങനെ വരുന്നത് നമ്മുടെ ലോ കോളേജ് ജംഗ്ഷനിൽ നിന്ന് താഴോട്ട് വരിക, ആനേടിയിൽ ഹോസ്പിറ്റൽ, PMG ജംഗ്ഷനിൻ്റെ അവിടെ ആണല്ലോ. ആ ആനേടിയിൽ ഹോസ്പിറ്റൽ, ആ റൂട്ടിൽ ആനേടിയിൽ എത്താറാകുമ്പോൾ ഇടത് സൈഡിലാണ്. അറിയാത്ത ആരും കാണില്ല, മിക്കവാറും എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ചിത്തിരയില്ലേ ലൊക്കേഷനാ. ഗൂഗിളിൽ നോക്കിയാലും സെർച്ച് ചെയ്താൽ കിട്ടും, കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ പോയിട്ട് വരട്ടെ. എന്നാൽ താങ്ക് യു. അദ്ദേഹം കട അടച്ച് പോവുകയും ചെയ്തു കേട്ടോ. 6 മണിക്ക് കോവിൽ ഉത്സവത്തിന് പോകാനായിട്ടാണ് ഇന്ന് കട നേരത്തെ അടച്ചത്. ബാക്കി പണിക്കാർ അവർ ക്ലിയർ ചെയ്തോളും. ഓക്കെ, ഞാൻ എൻ്റെ കാറിന് വേണ്ടി വരും. ഇവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് മാറി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സൊമാറ്റോയിലുണ്ട്, ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം. ഓക്കെ, ഇനി വരാൻ പറ്റിയില്ല.